നമ്മുടെ വിശുദ്ധനായ ദൈവത്തിൻ്റെ മഹിമയുള്ള നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ വായനാ ഭാഗം ഉൽപ്പത്തി പുസ്തകം 35 മുതൽ 37 വരെയുള്ള അധ്യായങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 35-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് ആദ്യമായി ദൈവത്തെ കണ്ടുമുട്ടിയ സ്ഥലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവം യാക്കോബിനോട് ബേഥേലിലേക്ക് പോയി അവിടെ പാർക്കുവാൻ കൽപ്പിക്കുന്നു. യാക്കോബ് തൻ്റെ കുടുംബത്തോട് അന്യദേവന്മാരെ നീക്കിവെക്കാനും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാനും പറയുന്നു. അവൻ ബേഥേലിൽ ഒരു യാഗപീഠം പണിയുന്നു. ദൈവം വീണ്ടും അവന് പ്രത്യക്ഷപ്പെട്ട് നിയമം പുതുക്കുകയും അവൻ്റെ പേര് ഇസ്രായേൽ എന്ന് വീണ്ടും ഉറപ്പിക്കുകയും ചെയ്യുന്നു. അവനിൽ നിന്ന് ജാതികളും രാജാക്കന്മാരും ഉത്ഭവിക്കും എന്നും വാഗ്ദാനം സ്ഥിരീകരിക്കുന്നു. ബെന്യാമീനെ പ്രസവിക്കുമ്പോൾ റാഹേൽ മരിക്കുന്നു. ഇത് ദുഃഖവും വംശപരമ്പരയുടെ തുടർച്ചയും ഒരുമിച്ച് കാണിക്കുന്നു. ഈ അധ്യായം ഇസ്ഹാക്കിൻ്റെ മരണത്തോടുകൂടി ഒരു തലമുറയുടെ അവസാനവും രേഖപ്പെടുത്തുന്നു. ഈ അധ്യായം ഉണർവിൻ്റെയും വിശുദ്ധിയുടെയും ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവിൻ്റെയും പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നു. വിഗ്രഹങ്ങളെ നീക്കിയ യാക്കോബിൻ്റെ നടപടി ദൈവത്തെ സമീപിക്കുന്നതിന് മുൻപ് ഉണ്ടാകേണ്ട ആന്തരിക ശുദ്ധിയുടെ ആവശ്യകത കാണിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനം മാറ്റമില്ലാത്തതാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റാഹേലിൻ്റെ മരണത്തെ പോലെ നഷ്ടങ്ങൾ ജീവിതത്തിലുണ്ടായാലും ദൈവത്തിൻ്റെ പദ്ധതികൾ തുടരുന്നു. ബേഥേൽ ആത്മീയ പുനരുദ്ധാരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്ഥലമാകുന്നു. പഴയ ബന്ധനങ്ങളെ വിട്ടുകളയുമ്പോഴാണ് യഥാർത്ഥ ആത്മീയ പുതുക്കൽ സാധ്യമാകുന്നത്. ഇന്നത്തെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോയവർ തിരികെ വരേണ്ടി വരുന്നു. ഹൃദയത്തിൽ ദൈവത്തിന് പകരം നിൽക്കുന്ന എല്ലാം നീക്കിക്കളയാൻ ഈ അധ്യായം നമ്മെ പ്രേരിപ്പിക്കുന്നു. യഥാർത്ഥ ആരാധന ശുദ്ധിയുടെയും മനഃപൂർവമായ സമർപ്പണത്തിൻ്റെയും ഫലമാണ്. നഷ്ടവും ദുഃഖവുമുള്ള സമയത്തും ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ തുടരുന്നു. ദൈവവുമായി ആഴത്തിൽ ബന്ധപ്പെടുന്ന ബേഥേൽ നിമിഷങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം. നവീകരണം ഭാവിക്കുള്ള വ്യക്തതയും ദിശയും നൽകുന്നു. ഉൽപ്പത്തി 36 ഏശാവിൻ്റെ സന്തതികളെ വിവരിക്കുന്നു. അവൻ്റെ ഭാര്യമാരും പുത്രന്മാരും അവരുടെ വംശത്തിൽ നിന്നുള്ള പ്രഭുക്കന്മാരെക്കുറിച്ചും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏശാവ് യാക്കോബിൽ നിന്ന് വേർപിരിഞ്ഞ് സെയീർ മലനിരകളിൽ പാർക്കുന്നു. ഇസ്രായേലിൽ രാജാവ് ഉണ്ടാകുന്നതിന് മുൻപ് ഏദോമിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരെയും കുറിച്ചും ഈ അധ്യായം പറയുന്നു. ഇത് ഏശാവിൻ്റെ കുടുംബം ഒരു ജനതയായി വളർന്നതും സ്ഥാപിതമായതായും കാണിക്കുന്നു. അവനെ മഹത്തായ ജനമാക്കുമെന്ന ദൈവവാഗ്ദാനം ഇവിടെ നിറവേറുന്നതും കാണാം. ഈ അധ്യായം പലപ്പോഴും അവഗണിക്കപ്പെടുന്നുവെങ്കിലും ദൈവം തൻ്റെ എല്ലാ വാഗ്ദാനങ്ങളിലും വിശ്വസ്തനാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇവൻ ഏശാവിനോട് പോലും. ദൈവത്തിൻ്റെ അനുഗ്രഹം യാക്കോബിൻ്റെ വംശത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു. ഈ വംശാവലി ദൈവത്തിൻ്റെ ക്രമബദ്ധമായ പദ്ധതിയെ പ്രതിഫലിപ്പിക്കുന്നു. ഭൗതിക വളർച്ചയും വിജയവും ആത്മീയ അവകാശത്തിൻ്റെ അടയാളമല്ലെന്നും ഇത് കാണിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഭൗതികവും ആത്മീയവുമായ വശങ്ങളുണ്ട്. ഓരോ ജീവിതത്തിനും ദൈവത്തിൻ്റെ പദ്ധതിയിൽ സ്ഥാനമുണ്ട്. ഇന്നത്തെ ജീവിതത്തിൽ ആളുകൾ വിജയത്തെ പുറം കാഴ്ചകളാൽ അളക്കുന്നു. ഈ അധ്യായം ദൈവം ഓരോരുത്തരെയും വ്യത്യസ്തമായി അനുഗ്രഹിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ആത്മീയമല്ല. എല്ലാ വിജയവും ദൈവസന്നിധിയുമായി ബന്ധപ്പെട്ടതുമല്ല. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ ദൈവത്തിൻ്റെ വ്യക്തിപരമായ പദ്ധതിയിൽ വിശ്വസിക്കുവാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽ പങ്കുണ്ട്. പുറം വിജയത്തേക്കാൾ അകമേയുള്ള വിശ്വസ്തതയാണ് പ്രധാനപ്പെട്ടത്. ഉൽപ്പത്തി 37-ാമത്തെ അധ്യായത്തിൽ യാക്കോബിൻ്റെ പ്രിയപുത്രനായ യോസെഫിനെ പരിചയപ്പെടുത്തുന്നു. അവന് പ്രത്യേക വസ്ത്രം നൽകിയതുകൊണ്ട് സഹോദരന്മാർക്കിടയിൽ അസൂയ ഉയരുന്നു. തൻ്റെ സ്വപ്നങ്ങൾ പങ്കുവച്ചപ്പോൾ അവൻ കുടുംബത്തെ മേൽക്കോയ്മ ചെയ്യുമെന്ന സൂചന ലഭിച്ചതിനാൽ അവരുടെ വൈരം കൂടുന്നു. ഒരു ദിവസം യോസെഫ് സഹോദരന്മാരെ സന്ദർശിക്കാൻ പോയപ്പോൾ അവർ അവനെ കൊല്ലാൻ ആലോചിക്കുന്നു. അവനെ പൊട്ടക്കിണറ്റിൽ തള്ളുന്നു. എന്നാൽ അവസാനം അവനെ വ്യാപാരികൾക്ക് വിറ്റ് ഈജിപ്തിലേക്ക് അയക്കുന്നു. അവൻ്റെ രക്തം പുരണ്ട വസ്ത്രം കാണിച്ച് യാക്കോബിനെ വഞ്ചിക്കുന്നു. യോസെഫ് മരിച്ചുവെന്ന് അവൻ വിശ്വസിക്കുന്നു. ഈ അധ്യായം യോസെഫ് ദാസനായി ഈജിപ്തിൽ വിറ്റുപോകുന്നതോടെ അവസാനിക്കുന്നു. ഈ അധ്യായം ദൈവത്തിൻ്റെ പദ്ധതി നീരസത്തിലും കഷ്ടതയിലും കൂടി നടപ്പിലാകുന്നതായി കാണിക്കുന്നു. യോസെഫിൻ്റെ സ്വപ്നങ്ങൾ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ പ്രതിനിധീകരിക്കുന്നു. പക്ഷേ അതിൻ്റെ നിറവേറൽ വഴിയിൽ കഷ്ടതകളുണ്ട്. അസൂയയും വൈരവും
ബന്ധങ്ങളെ നശിപ്പിക്കുന്ന പാപത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നു. എന്നാൽ അനീതിയായ സാഹചര്യങ്ങളിലും ദൈവം പരമാധികാരിയാണ്. മനുഷ്യർ ദോഷത്തിനായി ഉദ്ദേശിക്കുന്നത് ദൈവം നന്മയ്ക്കായി ഉപയോഗിക്കുന്നു. ഇത് സഹനവും ദൈവത്തിൽ വിശ്വാസവും പഠിപ്പിക്കുന്നു. ഇന്നത്തെ ജീവിതത്തിൽ പലരും യോസേഫിനെ പോലെ നീരസവും വഞ്ചനയും തെറ്റിദ്ധാരണയും അനുഭവിക്കുന്നു. ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കഷ്ടതകൾ ദൈവത്തിൻ്റെ പദ്ധതിയെ തടസ്സപ്പെടുത്തുന്നില്ല എന്നതാണ്. ജീവിതം അന്യായമെന്ന് തോന്നുമ്പോഴും വിശ്വസ്തരായി തുടരേണ്ടതാണ്. അസൂയയും താരതമ്യവും ബന്ധങ്ങളെ നശിപ്പിക്കുന്നു. അതിനെ വിട്ടുകളയണം. ദൈവം കാണാത്ത വിധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അനിശ്ചിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുന്നത് നമുക്ക് പ്രത്യാശ നൽകുന്നു. എന്ന് ചിന്തിക്കുവാൻ, യഥാർത്ഥ ആത്മീയ പുതുക്കലിനായി ഞാൻ ശ്രദ്ധ ചിതറിക്കുന്ന കാര്യങ്ങൾ നീക്കി ദൈവത്തിങ്കിലേക്ക് മടങ്ങുവാൻ തയ്യാറാണോ? നഷ്ടവും വൈകല്യവും അനീതിയും ഉണ്ടായാലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.